പണി അറിയാവുന്ന ഒരു ക്രിയേറ്റർ വന്നു കഴിഞ്ഞാൽ പ്രണവിനെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും. ട്രൂലി ഇന്റർനാഷണൽ ലെവലിലുള്ള മ്യൂസിക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. മൊത്തത്തില് സിനിമ കണ്ട് കഴിയുമ്പോൾ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ഫീല് നമുക്ക് കിട്ടുന്നില്ല. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. പ്രണവിന്റെ ഉഗ്രൻ ആക്ടിങ്ങും സിനിമോട്ടോഗ്രഫിയും അത് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. കിഡിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടൂളായിട്ട് എങ്ങനെ നമുക്ക് ഒരു ഹൊറർ മൂവിയിൽ ഹായ്, ഇറ്റ്സ് മീ സെബാൻ. ഡയസെറെ എ രാഹുൽ സദാശിവൻ മൂവി എ ഡേ ഓഫ് റാ. ഇതൊരു ലാറ്റിൻ വേർഡാണ്. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഫൈനൽ ജഡ്ജ്മെന്റ് ഡേയെ പരാമർശിക്കുന്നതാണിത്. ലോകാവസാനത്തിൽ എല്ലാം തീയിലെരിഞ്ഞൊടുങ്ങുമ്പോൾ ഭൂമിയിൽ മരിച്ചുപോയവരെല്ലാം ഉയർത്തെഴുന്നേലും. അവരുടെ ആത്മാക്കളെ അവരുടെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം ജഡ്ജ്മെന്റ് ചെയ്ത് വിധി തീരുമാനിക്കും. അവരാര് തന്നെയാണെങ്കിലും അവസാന നാളുകളിൽ ദൈവത്തിന്റെ അടുത്ത് എത്തിച്ചേരേണ്ടി തന്നെ വരും. വിധിയും ഉണ്ടാകും, കർമ്മഫലം അനുഭവിക്കേണ്ടിയും വരും. ഹൊറർ എന്ന ജേണറിന് പുതിയ മാനം കൊടുത്ത ഇന്ത്യൻ ഫിലിം ഡയറക്ടർ. ഭയം, ഭീതി, പേടി എന്ന വികാരത്തെ കാണുന്ന പ്രേക്ഷകനിലേക്ക് അതിന്റെ പരമോന്നതിയിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ മുമ്പത്തെ 2 പടങ്ങളെ പോലെ തന്നെ ഇതിന്റെ ഡയറക്ടർക്ക് ഈ സിനിമയിലും സാധിച്ചിട്ടുണ്ട്. വളരെ സ്ലോ പേസിൽ തുടങ്ങുന്ന സിനിമ കാണുന്ന പ്രേക്ഷകനെ ഈ സിനിമയിലേക്ക് പതുക്കെ ഹോൾഡ് ചെയ്യുന്നു. ഓരോ ഫ്രെയിമിലും ഓരോ സീനിലും കംപ്ലീറ്റ് ഹൊറർ പാക്ക്. കാണുന്ന പ്രേക്ഷകനെ തീർച്ചയായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ഡയസെറയുടെ ക്രൂ ഓഡിയൻസിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, സൗണ്ട് ഡിസൈനിങ്, ഡബ്ബിംഗ്, ഇങ്ങനെ ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിലും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന സിനിമയാണ് ഡയസെറെ. രാഹുൽ സദാശിവൻ റൈറ്റും ഡയറക്റ്റും ചെയ്തിരിക്കുന്ന ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വൈനോട്ട് സ്റ്റുഡിയോസ് ആണ്. 113 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ്. പ്രണവ് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും പ്രണവിന്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും മികച്ചതുമായ കഥാപാത്രത്തെ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. പണി അറിയാവുന്ന ഒരു ക്രിയേറ്റർ വന്നു കഴിഞ്ഞാൽ പ്രണവിനെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ കഥാപാത്രം പ്രണവ് പോർട്രേ ചെയ്തേക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടു പഴകിയ ഹൊറർ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സൈലൻസിനെ ഒരു ടൂളായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് സമയം സൈലൻസ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. സിനിമയുടെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിനെ എലവേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ സൗണ്ട് എഫക്ട്സിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും മ്യൂസിക്സിനും സാധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ എന്ന മ്യൂസിക് ഡയറക്ടർ ഇതിലൂടെ ഞെട്ടിച്ചിട്ടുണ്ട്. ട്രൂലി ഇന്റർനാഷണൽ ലെവലിലുള്ള മ്യൂസിക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഏത് ഒരു മൂവി ബഫിനും അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്കും സജസ്റ്റ് ചെയ്യാവുന്ന ലെവലിലുള്ള മ്യൂസിക്കും സൗണ്ട് എഫക്ട്സ് ആണ്. എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ഒരു റോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയാണ് പ്രണവ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഇതിലെ മറ്റൊരു കഥാപാത്രത്തെ മെയിൻ റോള് അഭിനയിച്ചിട്ടുള്ള ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 2 തലത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും അതിനുശേഷമുള്ള ഇവർ കണ്ടുമുട്ടുന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പേഴ്സണലി ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വളരെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിനെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ സിനിമ കഴിയുമ്പോൾ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ഫീല് നമുക്ക് കിട്ടുന്നില്ല. ഇത് കഴിയുമ്പോൾ ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും കൂടുതൽ വരാനുണ്ട്, അല്ലെങ്കിൽ പറയുന്ന പോലെ ഇതാ പൊട്ടും, ഇപ്പൊ പൊട്ടി, ഇതാ പൊട്ടാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷെ അവസാനം വരെ നമ്മൾ ആ ഒരു പേടിയുടെ ഇതിൽ നമ്മളെ അങ്ങനെ കൊണ്ടുപോകാന്നല്ലാതെ എനിക്ക് എക്സ്പെക്ട് ചെയ്ത് അതോ ഇനിയിപ്പോ ഓവർ എക്സ്പെക്ടേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പടം കാണുന്നത് വരെ നമ്മൾ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാം തരുന്നുണ്ടെങ്കിൽ പോലും പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു എന്തോ ഒരു മിസ്സിങ് എലമെന്റ് ഇതിലുണ്ട്. ചിലപ്പം സ്ക്രിപ്റ്റിന്റെ സ്ട്രോങ് സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അതോ എന്തോ ഒരു മിസ്സിങ് എനിക്ക് ഇതിനകത്ത് അനുഭവപ്പെട്ടു. പക്ഷെ മൊത്തത്തിലുള്ള ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഈ ഡ്രോബാക്സോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയുടെ ആസ്വാദനത്തെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഡയസെറെ കാണുന്ന പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മ്യൂസിക് ചെയ്തേക്കുന്ന, ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന ക്രിസ്റ്റോ സേവിയർ. സൂപ്പർ വർക്കാണ്, ഒന്നും പറയാനില്ല. ട്രൂലി ഇന്റർനാഷണൽ സ്റ്റഫാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്.
അതുപോലെ ഷെഹനാദ് ജലാൽ എന്ന് പറഞ്ഞ സിനിമോട്ടോഗ്രാഫർ, പിന്നെ ഷഫീഖ് മുഹമ്മദ് എഡിറ്റർ. സോ ഇവരുടെയൊക്കെ ടെക്നിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഷെഹനാദ് ജലാലിന്റെ സിനിമോട്ടോഗ്രഫി അത് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. കിഡിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സീൻ വരുന്നുണ്ട്, മൊബൈൽ ഫ്ലാഷിന്റെ ലൈറ്റ് വെളിച്ചത്തിൽ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സീനുണ്ട്. അതിലൊക്കെ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട ഹൊറർ സിനിമകളിൽ ഒരു റിപ്പീറ്റേഷനും ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ വാച്ചിങ് എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കാനായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. പ്രണവിന്റെ ഉഗ്രൻ ആക്ടിങ്ങും സിനിമോട്ടോഗ്രഫിയും അതുപോലെ ക്രിസ്റ്റോ സേവിയറിന്റെ BGM-ഉം ടോപ്പ് നോച്ച് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് കാണുന്ന പ്രേക്ഷകന് ഈ സിനിമ കാണുമ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി അത് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കാറ്റടിക്കുന്ന സൗണ്ട്, കരിയില ഇളകുന്ന ചെറിയ സൗണ്ട്സ്, കർട്ടൻസ് കാറ്റിൽ ആടുന്ന സൗണ്ട്, ഇങ്ങനെയുള്ള പിന്നെ മുടിയിൽ തലോടുന്നത്, ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സൈലൻസിനെ ഒരു വലിയ ടൂളായിട്ട് എങ്ങനെ നമുക്ക് ഒരു ഹൊറർ മൂവിയിൽ അല്ലെങ്കിൽ സൈലൻസിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സിനിമ എടുക്കാവുന്നതാണ്. നമ്മളെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണുപൊത്തിപ്പോവും. കാരണം അത്രയും നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഒരു വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലോട്ടിൽ കഥ പറയുമ്പോൾ, ഇതുപോലത്തെ ഒരു ഹൊറർ മൂവി പറയുമ്പോൾ റിപ്പീറ്റേഷൻ വരാതെ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഫീൽ വരാതെ നമുക്ക് കഥ പറയുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അത് ഇവര് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വീട്, അതിൻ്റെ അകത്ത് ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീനും നമ്മൾ കാണുമ്പോൾ ആ ഒരു ഫ്രഷ് ഫീല് നമുക്ക് തരാനായിട്ട് പിന്നെ മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയും ഒരു റിപ്പീറ്റേഷൻ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടും ഹൊറർ ജോണറയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് അഹങ്കാരത്തോടെ തന്നെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് രാഹുൽ സദാശിവന്റെ ഡയസറി. ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത ആക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ തൊട്ട് തന്നെ ആ ക്യാരക്ടറിന്റെ മീറ്റർ യാതൊരു രീതിയിലും താഴെ പോവാതെ വളരെ ഗംഭീരമായിട്ട് ആദ്യാവസാനം സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഏച്ചു കെട്ടലോ അല്ലെങ്കിൽ പ്രണവിന്റെ മുമ്പത്തെ സിനിമകളിൽ നമുക്ക് തോന്നിയ ചില സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ട്രോൾ മെറ്റീരിയൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ വളരെ ഗംഭീരമായിട്ട് ഒരുപാട് സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിനെ പോലെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എക്സ്ട്രോണറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഈ സിനിമയുടെ ക്രിയേറ്റർക്ക് കൊടുക്കേണ്ട ഒരു അപ്ലോസ് ആണ്. കാരണം ഇതുപോലുള്ള ആക്ടേഴ്സിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കൂടാതെ ഈ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ചെയ്തേക്കുന്ന ജിബിൻ ഗോപിനാഥ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ജയാക്കുറുപ്പ്, അരുൺ അജികുമാർ. ജയാക്കുറുപ്പൊക്കെ നമുക്കറിയാം നല്ല ആക്ട്രസ് ആണ്. അതുപോലെ അരുൺ അജികുമാർ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു പയ്യനാണ്, കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര നാച്ചുറലായിട്ട് ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്, പോർട്രേ ചെയ്തിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് അഭിനയിക്കണമെന്ന് തോന്നിപ്പോകും. ക്യാമറ വെച്ചിട്ട് ഇവരെ പിന്നെ അഭിനയിപ്പിക്കാൻ വിട്ടതാണോ അതോ ഇവര് പിന്നെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവരറിയാതെ എടുത്താണോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം പ്രണവിന്റെ ഒക്കെ ചില സാധനങ്ങൾ ഇയാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു പഴയ സിനിമകളുണ്ട്. അത് അന്നത്തെ കാലത്ത് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കാണുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് ഉള്ള മാറ്റം എല്ലാ ഫീൽഡിലും അനിവാര്യമാണ്. അതുപോലെ തന്നെ സിനിമ ഫീൽഡിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഹൊറർ മൂവി എന്ന് പറയണമെങ്കിൽ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൊറർ മൂവി എന്ന് പറയണമെങ്കിൽ ഈ രാഹുൽ സദാശിവന്റെ ഈ 3 വർക്കുകൾ, ഭൂതകാലം, ഭ്രമയുഗം, അതുപോലെ ഡയസറി. ഇത് ഡയസറിയുടെ ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് തോന്നി ഇത് ഭൂതകാലം സിനിമയായിട്ട് എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആണോ? കാരണം അതും ഒരു വീടിനകത്ത് നടക്കുന്ന കഥയാണ്. ഇതും വീടിനകത്ത് തന്നെയാണ് കൂടുതൽ ഭൂരിഭാഗം സീൻസ് വരുന്നുണ്ട്. സോ ഒന്നുമല്ല, ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഡയസറിയും ഭൂതകാലവും എക്സ്ട്രീംലി രണ്ട് തലത്തിലുള്ള 2 പ്ലോട്ടിലുള്ള കഥ പറയുന്ന സിനിമകളാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് രാഹുൽ സദാശിവന്റെ വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭൂതകാലമാണ്. ഭൂതകാലം നമ്മൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കുറേ സീൻസും ഉണ്ടായിട്ടുണ്ട്. ഭൂതകാലം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണ്. അതുപോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു മിസ്സായെന്ന് പറഞ്ഞില്ലേ, ഈ ഭൂതകാലം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഒരു ഹൊറർ മൂവി കണ്ടു കഴിയുമ്പോൾ. അതുപോലത്തെ ഒരു ഫീല്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഒരു തോന്നൽ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റർ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ പറയുന്ന, കാരണം അതുപോലുള്ള
പിന്നെ ക്വാളിറ്റി മേക്കിംഗ് ആണ്, അതുപോലുള്ള ബിൽഡപ്പ് ആണ്. അത്രയ്ക്ക് ക്വാളിറ്റി ടോപ്പ് നോച്ച് ആയിട്ടുള്ള വർക്ക് നമ്മൾ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു പോകും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവല് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വർക്ക് വൈസ്, ടെക്നിക്കൽ വൈസ് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും അവരുടെ റോള് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ വൈസും കാണുന്ന പ്രേക്ഷകന് എവിടെയൊക്കെ പേടിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ച സ്ഥലങ്ങളിലൊക്കെ പേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്നതാണ്. അത് നല്ല അറ്റ്മോസ്ഫിയറിലുള്ള നല്ല തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുക. അതുപോലെ ഓഡിയൻസും പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കണം. നമ്മൾ രജനീകാന്തിന്റെ പടം കാണുമ്പോഴോ അല്ലെങ്കിൽ ലാലേട്ടന്റെ പടം കാണുമ്പോഴുള്ള ഒരു കൂക്കി വിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ വരുന്നതിന് മുമ്പ് അത് സ്പോയിൽ ചെയ്യുന്ന രീതിക്കുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. അത് ശരിക്കും അങ്ങനെ ചെയ്യുന്നവന്മാരെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ളവരായിരിക്കും. അപ്പൊ ഈ പേടി മാറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, കൂക്കി വിളിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരു ഓഡിയൻസിന്റെ കൂടെയാണ് ഞാൻ ഇരുന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. നിങ്ങൾക്ക് എന്തുകൊണ്ടും പേടിപ്പിക്കുന്ന പടമായിരിക്കും. ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും ഈ മൂവി ഇഷ്ടപ്പെടും. പ്രണവ് മോഹൻലാലിന്റെ ഗംഭീരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാണാനായിട്ട് പറ്റുന്നതാണ്. രാഹുൽ സദാശിവന്റെ എപ്പോഴും പോലെ ഒരു ടോപ്പ് നോച്ച് വർക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അടുത്ത മൂവി അപ്ഡേറ്റുമായിട്ട് കാണാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമന്റ്സ് നമ്മളെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.